5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമ്മുടെ പല ചാനലുകളിലും പല വാർത്തകൾ വരും. അപ്പം ഈ മറ്റ് ഇപ്പോൾ ജയശങ്കറിനെ പോലെയുള്ള അതുപോലെ തന്നെ മറ്റ് വിമർശകർ, നമ്മുടെ മറുനാടൻ സാജനെ പോലെയുള്ള വിമർശകർ പറയുന്ന അടുപ്പൂട്ടി ചർച്ചയൊക്കെ നടത്തുന്ന ഒരു ചാനലുണ്ടെന്ന് എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല. കാരണം ഏതെങ്കിലും രൂപത്തിലിരുന്ന് ചർച്ച ചെയ്യുവാനും എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ സാജൻ ചായക്കടയിൽ നിന്ന് ചർച്ച ചെയ്യില്ല, പിന്നെ ഓൺലൈൻ ആണെങ്കിലും പിന്നെ അതുകൊണ്ട് അവർ അടുപ്പൂട്ടി ചർച്ച ഒന്നിച്ചിട്ട് ചെയ്യട്ടെ. എന്തായാലും മീഡിയ വണ്ണിൽ ഒരു വാർത്ത വന്നു. എല്ലാ ചാനലിലും വന്നു. എന്നാലും മീഡിയ വൺ വാർത്തയാണ് ഞാൻ കേട്ടത്. എന്താണെന്ന് വെച്ചാൽ കാണുകയും കേൾക്കുകയും ചെയ്തു. എന്താണെന്ന് വെച്ചാൽ പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനത്തിൽ സ്വാഗത പ്രാസംഗൻ പറഞ്ഞു, ശമ്പള പരിഷ്കരണം കൂടി പരിഗണിക്കണേ. മുഖ്യമന്ത്രിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. മുഖ്യമന്ത്രി ഉടനെ ചാടി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചില കാഴ്ചപ്പാടുണ്ടെന്നേ പറഞ്ഞോളൂ, നടപ്പിലാക്കുമെന്ന് പറഞ്ഞില്ല. ഉടൻ തന്നെ കയ്യടി, സഹാക്കളെല്ലാം കൈയടിച്ചു. പോലീസ് അസോസിയേഷനിൽ എല്ലാവരും കൈയടിച്ചു. ഭയങ്കര സന്തോഷം. അടുത്തൊരു സെൻറ്റൻസ് ഉടനെ മുഖ്യമന്ത്രി പറഞ്ഞു, ഇത്തരം വേദിയിൽ സ്വാഗതം പറയുമ്പോഴല്ല പറയേണ്ടത്. പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എല്ലാ ആദരവോടുകൂടിയും പറയട്ടെ, ഈ വേദിയിലല്ലാതെ എവിടെയാണ് പറയുന്നത്? സാധാരണ മുഖ്യമന്ത്രി ആയിരക്കണക്കിന് സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ള ആളാണ്. തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാവെന്ന നിലയിൽ നിരവധി സംഘടനകളുടെ നേതാവായിരുന്ന ആളാണ്. നേതാവായിരിക്കുമ്പോൾ കമ്മിറ്റിയിൽ പറയുമ്പോൾ സ്വാഗത പ്രസംഗമൊക്കെ കമ്മിറ്റിയിൽ എഴുതി വയ്ക്കും, അല്ലെങ്കിൽ കമ്മിറ്റിയിൽ സ്വാഗത പ്രസംഗം എന്ത് പറയണമെന്ന് പറയും. അപ്പോൾ അവർ തീരുമാനിക്കും, നമ്മളുടെ ഒരു ഡിമാൻഡ് കൂടി വലിയ പരുക്കില്ലാതെ ആ വേദിയിൽ പറയണേ എന്ന് പറഞ്ഞ് സ്വാഗത പ്രാസംഗിനെ ചുമതലപ്പെടുത്തും. സ്വാഗത പ്രാസംഗികൻ അങ്ങനെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ആ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മറ്റ് പ്രതിനിധികൾക്ക് ഒരു ആവേശമുണ്ടാകണം. മുഖ്യമന്ത്രിയുടെ മുന്നിൽ വെച്ച് പറഞ്ഞല്ലോ, ഞാൻ നൂറുകണക്കിന് പരിപാടികളിൽ, മന്ത്രിമാരുടെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്, സംഘടിപ്പിച്ചിട്ടുള്ള ആളാണ്. അവിടെ പങ്കെടുക്കുകയും സംഘടിപ്പിക്കുകയും ചെയ്യുമ്പോൾ തന്നെ അത് രണ്ട് മുന്നണിയുടെയും, VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും നിരവധി പരിപാടികളിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ള ആളാണ്. മന്ത്രിമാരെ കൂടെയും മുഖ്യമന്ത്രി. അവിടെയൊക്കെ ചിലപ്പോൾ ചിലർ നിവേദനം കൊണ്ടുവരും, ചിലർ സ്വാഗത പ്രസംഗത്തിൽ പറയും, ചിലർ നന്ദി പ്രസംഗത്തിൽ പറയും, ചിലരാണെങ്കിൽ ഇടയ്ക്ക് ആശംസാ പ്രസംഗത്തിൽ പറയും. സാമുദായിക സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ അവർ പറയും, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡിമാൻഡുണ്ട്, ഞങ്ങളുടെ ഒരു കാര്യം കൂടി പരിഗണിക്കണേ എന്ന് പറയും. അത് പറയുന്നത് ഈ വേദിയിൽ പറയുമ്പോൾ കിട്ടുന്ന സംഘടനയ്ക്ക് കിട്ടുന്നൊരു ബലമുണ്ട്. സംഘടനാ നേതാവ് പരസ്യമായി സംഘടനയ്ക്ക് അണികളുടെ മുമ്പിൽ വെച്ച് പ്രതിനിധികളുടെ മുമ്പിൽ പറിച്ച് കിട്ടുമ്പോൾ കിട്ടുന്നൊരു ബലമുണ്ട്. പത്രത്തിൽ അത് വാർത്തയായിട്ടൊക്കെ വരും, അത് റെക്കോർഡിൽ വരും, മിനിറ്റ്സിൽ വരും. അതുകൊണ്ട് ആവേശപ്പെട്ട് പറയുന്നതാണ്. പലരും നിവേദനം തന്നെ കൊണ്ടുകൊടുക്കും. മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരുടെ നേതാവ് ഞങ്ങളുടെ ഒരു നിവേദനം ഇവിടെ വെച്ച് കൈമാറുന്നു. വളരെ സന്തോഷപൂർവ്വം നിവേദനം വാങ്ങുകയും അതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയും ചെയ്യും. നിവേദനം ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിരുന്നിട്ടാണ് പലരും നിവേദനം കിട്ടുന്നത്. നിവേദനം കിട്ടുമ്പോൾ ഒരു സെൻറ്റൻസ് എണീച്ച് രണ്ടാമത് പറയും, എനിക്കിവിടെ ഒരു നിവേദനം കിട്ടിയിട്ടുണ്ട്, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരി തെറ്റുകളാണെങ്കിലും ഞാൻ കൃത്യമായത് പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ട് വേണ്ടത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് ഉടനെ തന്നെ അത് ഗവൺമെൻറ്റിലോ കൂടെ വന്നിരിക്കുന്ന PA കയ്യിൽ കൊടുക്കും. അത് ഓഫീസിൽ പോകുമ്പോൾ പിന്നെ ഫയലാവും. ഇതെല്ലാം ഉള്ളതാണ്. എക്സാമിൻ പുട്ടപ്പിലേക്കും ഷട്ടപ്പിലേക്കൊക്കെ പോകും. ഇതെന്തൊരു നാടാണ്? മുഖ്യമന്ത്രി അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ പറയണ്ടേ? ഇങ്ങനെ പറയാനാണ് സമ്മേളനം. അതുകൊണ്ട് സ്വാഗത സംഘക്കാർ പറഞ്ഞത് വളരെ നല്ല കാര്യമാണ്. അവർ അറിയാതെ സ്വാഗത പ്രസംഗം പറഞ്ഞതല്ല. അദ്ദേഹത്തെ ശിക്ഷിക്കേണ്ട. ഇത് സ്വാഗത പ്രസംഗം എന്ത് പറയണമെന്നുള്ള ഒരു ധാരണ അവരുടെ ഭാരവാഹികൾ തമ്മിൽ ഉണ്ടായിരുന്നിരിക്കാം. ചിലപ്പോൾ ചിലർ എഴുതി വെച്ച് വായിക്കും, ചിലർ ഒരു നല്ല പ്രിപ്പറേഷൻ നടത്തിയായിരിക്കും വരുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലുള്ള ഒരാളുടെ യോഗത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അവർ ആലോചിച്ചുകൊണ്ടായിരിക്കും വരുന്നത്. അങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ സ്വാഗത പ്രാസംഗൻ മനഃപൂർവ്വം പറഞ്ഞതാണ് ഞങ്ങളുടെ കാരണം അതിനാണല്ലോ വിളിക്കുന്നത്. സംഘടനയുടെ പ്രശ്നങ്ങൾ ചർച്ച ഇത് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? മുഖ്യമന്ത്രി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അജണ്ടകൾ എന്താണ്? അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ, അവരുടെ സർവീസ് കാര്യങ്ങൾ, ഇതൊക്കെ ചെയ്യാനാണ് ആളുകൾ ചേർന്നിരിക്കുന്നത്. എല്ലാവരും ഒരു പാർട്ടിയുടെ സർവീസ് സംഘടനയിൽ ചേർന്ന് ഇപ്പോൾ KGOയിലോ അസോസിയേഷനിലോ NGO യൂണിയനിലോ NGO അസോസിയേഷനിലോ പോലീസ് അസോസിയേഷനിലെ ആളുകൾ എല്ലാവരും ചേർന്നിരിക്കുന്നത് പാർട്ടിയുടെ സ്നേഹം കൊണ്ടൊന്നുമല്ല. അവരുടെ കാര്യങ്ങൾ, അവരുടെ DA, അവരുടെ ബോണസ്, അവർക്ക് കിട്ടുന്ന ശമ്പള വർധനവ്, അവരുടെ ട്രാൻസ്ഫർ, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ സംഘടന ആൾ ചേർന്നിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു അടുകട്ടി സഖാക്കളായിട്ടുള്ള പാർട്ടിയിലുള്ള സർവീസ് സംഘടനയിലെ ആളുകളും ഒരു അത്ര കട്ടിയല്ലാതെ ഇതിനകത്ത് മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്ന ആളുകളൊക്കെ ഇരിക്കുമ്പോൾ അവർ ചോദിക്കും, പിന്നെ നീ സ്വാഗതം പറഞ്ഞപ്പോൾ നിനക്ക് നല്ല ചാൻസ് അല്ലായിരുന്നോ? വലിയൊരു ചാൻസ് അല്ലേ കിട്ടിയ? മുഖ്യമന്ത്രി ഇരുന്നപ്പോൾ നമ്മുടെ ഒരു ഡിമാൻഡ് ഒന്ന് പറയാത്തെന്താ എന്ന് ചോദിക്കും. മുഖ്യമന്ത്രി അത് സഹിഷ്ണുതയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യേണ്ടത്. അങ്ങ് അത് ഇടതുപക്ഷ മുന്നണി ഇതിനകത്ത് പരിഗണിക്കുമെന്ന് പറഞ്ഞപ്പോൾ കയ്യടി കിട്ടി, അവിടെ നിർത്തണമായിരുന്നു. പിന്നെ ഇത് പറഞ്ഞത് ഔചിത്യമല്ല എന്ന് പറയുമ്പോൾ അതൊരു ജനാധിപത്യ മുഖ്യമന്ത്രിക്ക് ചേർന്നതാണെന്ന് തോന്നുന്നില്ല. അങ്ങ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ അങ്ങേക്ക് ഇത്തരം ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ വലിയ അസ്വസ്ഥതയാണ്. ചിലർ പുകഴ്ത്തി പറയുമ്പോൾ അങ്ങ് ബഹളം ഉണ്ടാക്കുന്നു, മൈക്കിന് പ്രശ്നം ഉണ്ടാകുന്നു. അങ്ങേക്ക് വേദികൾ, പലപ്പോഴും പൊതുവേദികൾ അങ്ങേക്ക് വലിയൊരു പ്രശ്നമാണ്. അങ്ങയുടെ ഹസ്തരേഖ അനുസരിച്ച് എന്താണ്, ജാതകമൊക്കെ അനുസരിച്ച് എന്താ പ്രശ്നമെന്നറിയില്ല. അങ്ങേക്കൊരു പബ്ലിക് അപ്പിയറൻസ് വരുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. താങ്കൾ പലപ്പോഴും
സ്റ്റേജുകളിലിരുന്ന് അസ്വസ്ഥപ്പെടുന്നത് ബോഡി ലാംഗ്വേജിൽ. ഒരുപാട് പരിപാടികൾ കണ്ണൂരിലും കാസർഗോട്ടും തിരുവനന്തപുരത്തും സ്റ്റേറ്റിൻ്റെ എവിടെ പോയി പരിപാടി നടത്തുമ്പോഴും ഒരു അസ്വസ്ഥത അങ്ങിൽ നിന്ന് വരാറുണ്ട്. അച്യുതാനന്ദനെ മുമ്പൊരിക്കൽ കണ്ണേ കരളെ VSA പിന്നെ ധീരതയോടെ നയിച്ചോളൂ ലക്ഷം ലക്ഷം പിന്നാലെ എന്നൊരു യോഗത്തിൽ VS കടന്നു വരുമ്പോൾ അങ്ങ് സ്റ്റേജിലുണ്ട്, ആണികൾ ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങ് ഉടനെ എണീറ്റ് ചോദിക്കുന്നുണ്ട് മൈക്കിൽ കൂടെ, ഇതെന്താണ് ഉഷാ ഉതുപ്പിൻ്റെ പരിപാടിയാണോ? ഇവിടെയൊക്കെ വ്യക്തി പൂജയൊന്നും ഈ പാർട്ടിയിൽ അനുവദിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്നിപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് വ്യക്തിപൂജ, എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് ഞാൻ ഈ ചാനലിലൂടെ പറയുന്നില്ല, അത് അങ്ങ് തന്നെ വിലയിരുത്തിക്കോളൂ. ഇതൊക്കെ ഈ ജനാധിപത്യത്തിലുണ്ട്. പ്രായോഗികമായിട്ട് സർവീസ് സംഘടനകൾക്ക് വേറെ ഒരു മാർഗവുമില്ല. അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ വേദി എന്ന് പറയുന്നത് മന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, DGPമാർ, അങ്ങനെ വളരെ ഉയർന്ന ഉദ്യോഗസ്ഥരെയും മേലധികാരികൾ, തങ്ങളുടെ മുകളിലോട്ടുള്ള മേലധികാരികളോട് അഭിപ്രായം പറയാനും നിവേദനങ്ങൾ കൊടുക്കാനും റിക്വസ്റ്റുകൾ വയ്ക്കാനുള്ള വേദി കൂടിയാണ് സമ്മേളനം. അത് സ്വാഗതപ്രാസംഗം തന്നെ പറയണം. അതിലൊരു അനൗചിത്യമില്ല. അത് പറയാതിരിക്കുന്നതാണ് അനൗചിത്യം. പറഞ്ഞത് വലിയ ഔചിത്യമാണ്.